നോക്കൂ, കാടിൽ കടന്നു കയറി കഞ്ചാവ് കൃഷി ചെയ്യുക, അനധികൃതമായി വെട്ടിപ്പിടിച്ച് റിസോർട്ടുകൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ വ്യാജമായി ചാരായം വാറ്റുക, ആദിവാസി കുടിലുകളിൽ അന്തി ഉറങ്ങാൻ ഒരു കഷ്ണം പുകയിലുമായി ചെല്ലുന്ന മാടമ്പിമാരുണ്ടായിരിക്കുക. ഇവർക്കൊക്കെ എന്നും തടസ്സമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന അരിക്കൊമ്പനാണ്. ബിഫോർ ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. അരിക്കൊമ്പൻ്റെ അമ്മയുടെ ഓർമ്മ ദിനമായിരുന്നുവല്ലോ കടന്നുപോയത്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അരിക്കൊമ്പൻ്റെ അമ്മയുടെ ഈ ഓർമ്മ ദിനത്തിൽ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അമ്മമാരുടെ സ്നേഹക്കൂട്ടായ്മകൾ, വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുകയുണ്ടായി. അരിക്കൊമ്പൻ ഇപ്പോഴുള്ള മുണ്ടൻതുറ സുരിമുത്തു അയ്യനാർ കോവിലിലും അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അമ്മമാർ അരിക്കൊമ്പൻ്റെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയുണ്ടായി. അവനെ സ്നേഹിക്കുന്ന ഓരോ അമ്മമാരുടെ ഉള്ളിലും അരിക്കൊമ്പൻ ഒരു തീരാ ദുഃഖം തന്നെയാണിന്ന്. ഈ അവസരത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ വെണ്ണല മോഹൻ ചിന്തനീയമായ കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ അരിക്കൊമ്പനെക്കുറിച്ചൊരു വീട്ടം എഴുതിയ ക്യാപ്ഷനുകൾക്ക് തൻ്റേതായ വ്യാഖ്യാനം നൽകുന്നതിനൊപ്പം തന്നെ മൃഗസ്നേഹം എന്നത് കേവലം ഒരു അരിക്കൊമ്പനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ എന്ന സംശയവും അദ്ദേഹം പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ശ്രീ വെണ്ണല മോഹന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു നോക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം വിട്ട്, സാമൂഹ്യം വിട്ട്, സാംസ്കാരികം വിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത, രാവും പകലും ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അതായിരുന്നു അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ നിന്ന് പോകുന്നത് വേദനയോടെ ഒരു സംസ്ഥാനം മുഴുവനും കണ്ടു നിന്ന ഒരു കാലം ഇപ്പോഴും വറ്റാത്ത വേദനയുമായാണ് അരിക്കൊമ്പൻ പ്രേമികൾ അല്ലെങ്കിൽ മൃഗസ്നേഹികൾ കഴിയണം. അരിക്കൊമ്പൻ്റെ പേരിൽ തന്നെ എത്രയോ ഗ്രൂപ്പുകളുണ്ടായി, എത്രയോ സംഘടനകളുണ്ടായി, സമരസമിതികളുണ്ടായി. അമ്മമാർ വിലപിച്ച ഓരോ ദിവസവും നമ്മൾ അവരുടെ കണ്ണീർക്കളം കണ്ടാണ് ഉണർന്നതും ഉറങ്ങിയതുമൊക്കെ. അങ്ങനെ അരിക്കൊമ്പന് വേണ്ടി ധാരാളം പേര് പ്രാർത്ഥിച്ചു, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഓരോ ജീവിക്കും അതിൻ്റേതായ ആവാസ വ്യവസ്ഥയുണ്ട്, ജീവിതശൈലിയുണ്ട്. അവിടെ നിന്ന് അതിനെ പറിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മൃഗത്തെ കൊല്ലുന്നു, അല്ലെങ്കിൽ ആ ജീവിയെ കൊല്ലുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നോ, നമ്മുടെ ജീവിതശൈലിയിൽ നിന്നോ, നമ്മളെ രൂപം കൊടുത്തിരിക്കുന്ന നമ്മുടെ ആത്മ അംശങ്ങളിൽ നിന്നോ നമ്മളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അരിക്കൊമ്പൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുമ്പോൾ അതിനൊട്ടേറെ കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒരു സമയത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ അരിക്കൊമ്പൻ ആൾക്കാരെ ചവിട്ടിക്കൊല്ലുന്നു, അതേപോലെ അരി മോഷ്ടിക്കുന്നു, വഴിയിൽ പോകുന്നവരെ പിടിച്ചു നിർത്തുന്നു, എന്തൊക്കെയായിരുന്നു ആരോപണം. ഇതിനിടെ ചിലർ വിവരാവകാശം കൊടുത്ത സമയത്ത് ഒരു റെക്കോർഡിലും അരിക്കൊമ്പൻ കൊന്നതായിട്ടില്ല. അപ്പോൾ എവിടെ പോയി ഈ റെക്കോർഡിലൊക്കെ അരിക്കൊമ്പൻ കൊന്നതായിട്ടില്ല? പിന്നെ ആരായിരുന്നു ഇതിൻ്റെ അകത്ത്? ഭൂമാഫിയ ആയിരുന്നോ? ഭൂമാഫിയയും സർക്കാരും കൂടി കള്ളക്കളി നടത്തി അരിക്കൊമ്പനെ മാറ്റിയത് ആയിരുന്നു? സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു നാടിൻ്റെ വികാരമായി മാറുകയായിരുന്നു അരിക്കൊമ്പൻ. അങ്ങനെ വികാരമായി മാറുന്ന സമയത്ത് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്നറിയാം. മക്കൾ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും അമ്മയോളം സങ്കടം മറ്റാർക്കും ഉണ്ടാവാറില്ലല്ലോ. സ്വന്തം മകൻ നഷ്ടപ്പെട്ട പോലെയാണ് ഇവിടെയുള്ള ഈ സംസ്ഥാനത്തുള്ള ജനങ്ങൾ കരഞ്ഞത്. ഇന്നലെ ആയിരുന്നു അരിക്കൊമ്പൻ്റെ അമ്മയുടെ ഓർമ്മ ദിനം. നോക്കൂ, നമ്മുടെയൊക്കെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശ്രാദ്ധവിട്ട്, ഓർമ്മ ദിനം, ശ്രാദ്ധം, ശ്രദ്ധയുള്ള ദിനം എന്നാണ് പറയുക. മൃഗങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവില്ലേ? പ്രാണിക്ക് പ്രാണൻ പ്രധാനം എന്ന പോലെ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ സ്വത്വബോധത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടെന്നുള്ള സത്യമാണ്. അതൊരു പ്രകൃതി നിയമവുമാണ്. ഒത്തിരി ക്യാപ്ഷനുകൾ ഞാൻ കണ്ടു. അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാപ്ഷനുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിലും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ച ഒരു ക്യാപ്ഷൻ ആദ്യം പറയാം. അതിതാണ്: ഞങ്ങൾക്കിഷ്ടമുള്ള അലങ്കാരം ഊഴിമണ്ണാണ്, സ്നാനമേ പുണ്യം എന്നാണ്. ഏറ്റിയാൽ പൊങ്ങാത്ത കൂച്ചുവിലങ്ങും വലിച്ചിഴച്ച് നിങ്ങളുടെ ഭക്തി പ്രദർശനത്തിൻ്റെ തിടമ്പുമേറ്റി ആലവട്ടവും വെഞ്ചാമരവും പിടിച്ച തടിമാരന്മാരെ മുതുകിലേറ്റി നിൽക്കുന്നതല്ല ഞങ്ങൾക്കലങ്കാരം. ഭാരമാണവ. എൻ്റെ കൂട്ടർ നിന്നും അടുത്താണ് ആടി കാൽ മാറ്റിവെക്കുന്നത്. താളം പിടിക്കുന്നതല്ല ഞങ്ങൾ. ചുട്ടുപൊള്ളുന്നതിനാൽ തണുപ്പിക്കാനായി വീശുന്നതാണ് ചെവിയാട്ടൽ. തല്ലിപ്പഴിപ്പിച്ച് ഭയപ്പെടുത്തി ഞങ്ങളെക്കൊണ്ട് ദൈവക്കോലം കെട്ടിക്കുന്നതോ നിങ്ങളുടെ
മൃഗസ്നേഹം. നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് മൃഗങ്ങളെ ഉപയോഗിക്കാറുള്ളത്. അവരുടെ സന്തോഷത്തിന് നമ്മളൊരു പരിഗണനയും കൊടുക്കാറില്ല. ഏത് മൃഗത്തിന് വേണ്ടിയാണ് പരിഗണന കൊടുക്കാറുള്ളത്? വീട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞ പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. ഇത് വന്യമൃഗമാണ്. അവർക്ക് അവരുടേതായ സന്തോഷവും ജീവിതക്രമങ്ങളുമുണ്ട്. അത് തെറ്റിച്ചാണ് നമ്മൾ വെള്ളത്തെ കൊണ്ടുപോയി കുളിപ്പിക്കും. പറ്റിയാൽ പൗഡർ ഇടിക്കാൻ പറ്റിയാൽ അതല്ല, ഇനി സ്നോ വരണോ എങ്കിൽ അതും ചെയ്തേക്കും നമ്മൾ. യഥാർത്ഥത്തിൽ പൂഴിമണ്ണാണ് യഥാർത്ഥത്തിൽ കുളിക്കാനായിട്ട് കരിവീരന്മാർക്കിഷ്ടം. അതും കളഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു മാന്യതയില്ല, ഒന്നുമില്ല. കോലം കെട്ടി എഴുന്നള്ളിക്കാൻ കൊണ്ടുവരിക. ഉത്സവം നന്നാവണമെന്ന് ഏത് ആനയ്ക്കാണ് ഇഷ്ടം എന്ന് ചോദിക്കാറുണ്ട്. ഉത്സവം അതിനത് അറിയാമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയില്ല. അതിനെ പിടിച്ച് കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് ഓലയും അതിനിഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ളത് ഭക്ഷണമാണ്, പക്ഷേ എത്രമാത്രം കൊടുക്കുന്നു എന്നുള്ള വേറെ കാര്യം. അതിനിഷ്ടപ്പെട്ട ഇഷ്ടം പോലെ തേടി കഴിക്കാനുള്ള സാഹചര്യവും നമ്മൾ കളയും. ബന്ധുരക്കാഞ്ചര കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് വള്ളത്തോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ബന്ധനത്തിലിടുക, കാലിൽ ചങ്ങലക്കിടുക, എന്നിട്ട് നിർത്തിയിട്ട് അപ്പോൾ അതിങ്ങനെ കാലാട്ടുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ? ചെണ്ടയ്ക്കൊപ്പം കാല് അങ്ങോട്ട് ചവിട്ടി താളം പിടിക്കണമെന്നാ. കാല് കഴച്ചിട്ടാ ചെവിയാട്ടുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ നാദം അങ്ങോട്ട് ആസ്വദിക്കണമെന്നാ. ഏത് നാദമാണ് ആസ്വദിക്കുന്നത്? വീശി ചൂടകറ്റുക. കാട്ടിലെ ജീവിയാണത്. അവിടെയുള്ള എല്ലാ തണുപ്പും അനുഭവിച്ച് വളർന്നതാണ്. സൂര്യവിഹാരം നടത്തിയതാണ്. ഇവിടെ നമ്മൾ ചെണ്ടയും കോലും ഒക്കെ ആയിട്ട് നിൽക്കുക. ദൈവസങ്കല്പത്തിൽ ഓരോ മൃഗങ്ങളെ വെച്ചിട്ടുണ്ട്. അതതിനെ പൂജിക്കാനാണ്, അല്ലാതെ അതിനെ ഉപയോഗിക്കാനല്ല. എലിയെ പോലും നമ്മൾ ഗണപതിയുടെ ദൈവമായിട്ട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ എലിയെ നമ്മൾ ഉടനെ പിടിച്ചു കെട്ടി എഴുന്നള്ളിക്കാനല്ല, എലിയെപ്പോലും നമ്മൾ ആ രീതിയിൽ കാണണം. ഇതാണ് ഭാരതീയ സംസ്കാരം. പകരം ദൈവത്തിന് ആനയിൽ കൊണ്ടുവന്നിട്ട് എഴുന്നള്ളിപ്പിക്കുമ്പോൾ ആനയ്ക്കെന്ത് സന്തോഷം! നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും ജീവിതവും ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് എന്താ തിരിച്ചറിയാത്തത്? പാപവും പുണ്യമൊക്കെ വിടട്ടെ, മാനവികത എന്നൊന്നുണ്ടെങ്കിൽ ഇത് ശരിയാണോ എന്നതാണ് ധ്വനിപ്പിക്കുന്നത് ഈ ക്യാപ്ഷനിലൂടെ. എൻ്റെ അമ്മയുടെ മടിത്തട്ടാണ് എൻ്റെ ജന്മദേശം. ആ മടിത്തട്ടിൽ തല ചായ്ക്കാനും ചാഞ്ഞുറങ്ങാനും എനിക്ക് അവകാശമില്ലേ? ഇത് നീതിയോ? ഇതെന്നെ വല്ലാതെ ആകർഷിച്ചതാണ്. ജനനീ ജന്മഭൂമിച്ച ജാനവീജ ജനാർദ്ദന ജനക പഞ്ചമൈച്ഛൈവ ജകാര പഞ്ചദുർലഭ എന്ന് പറയാറുണ്ട്. ജനനി, ജന്മഭൂമി, ജാനവി, ജനാർദ്ദനൻ, ജനകൻ എന്നീ ജകാരങ്ങൾ ദുർലഭമാണെന്നാണ്. ജനിച്ച ദേശവും അമ്മയും കഴിഞ്ഞിട്ടേ വേറൊന്നുള്ളൂ ആർക്കായാലും. അതുകൊണ്ടാണ് ജനനി ജന്മഭൂമിച്ച ജാനവീജ ജനാർദ്ദന എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനെന്നല്ല, ഓരോ ജീവിയും അവൻ്റെ അമ്മയെ അത്രമേൽ സ്നേഹിക്കുന്നു, അവരത്രമേൽ ബഹുമാനിക്കുന്നു. കാരണം ഒരു ശരീരത്തിൽ നിന്ന് പോകുന്നതാണ്, പുറത്തേക്ക് പോകുന്നതാണ്. ആ അമ്മയെ കാണാൻ, അമ്മ ഉറങ്ങുന്ന സ്ഥലത്ത് എത്താൻ, അമ്മയുടെ മടിത്തട്ടിലൊന്നുറങ്ങാൻ ഏത് മനുഷ്യക്കുട്ടികളാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അത് തന്നെയല്ലേ മൃഗത്തിൻ്റെയും. തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നു കേട്ടിട്ടില്ലേ മൃഗങ്ങൾ? അതുകൊണ്ട് തന്നെ ചാണക്യം പറയുന്നു, മൃഗങ്ങളെയെല്ലാം അല്ലെങ്കിൽ പശുക്കളെല്ലാം നിങ്ങൾ വെച്ചോളൂ, എന്നിട്ട് പശുക്കുട്ടിയെ എങ്ങോട്ടേക്കെങ്കിലും പറഞ്ഞു വിടും. തിരിച്ചതേ അമ്മയുടെ അടുത്ത് തന്നെ അതിൻ്റെ പശുക്കുട്ടി ആ പശുക്കുട്ടിയുടെ അമ്മയുടെ അടുത്ത് തന്നെ വന്നു ചേരുന്നു എന്ന്. ഇത് കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പക്ഷേ വസ്തുത സത്യമാണ്. അരിക്കൊമ്പനും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, അരിക്കൊമ്പൻ്റെ അമ്മയുടെ ഓർമ്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസമാണ്. അത് ഓർക്കണില്ല. പകരം എൻ്റെ അമ്മയുടെ അടുത്തെത്താൻ നമ്മൾ പറയാറുണ്ട്, അമ്മ മരിച്ചാൽ അന്തിത്തിരി വച്ചെടുത്ത് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ആ മണ്ണ് ആർക്കും കൊടുക്കരുത്, അതെനിക്ക് വേണം. ഒന്ന് കാണാൻ, ഒന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാൻ. ഇത് മനുഷ്യൻ്റെ വലിയ വികാസമുള്ള മനസ്സുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ വികാസം ഒന്ന് കുറഞ്ഞാലും നമ്മെ കാണണ്ടേ? അതിനോളം വലിയ പ്രശ്നം എന്താ ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകുന്ന അരിക്കൊമ്പൻ്റെ മനസ്സാണ് ഇതിലൂടെ പ്രകടമാക്കുന്നത്, ഇതിലൂടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലേക്കും സങ്കടത്തിൻ്റെ ഒരു അനുരണനം തരുന്നില്ലേ? മക്കളുള്ള അമ്മമാർക്ക്, മക്കളുള്ള അച്ഛന്മാർക്ക് ഒക്കെ ഇതൊരു നൊമ്പരമായി മാറുകയാണ് ഈ വാക്കുകൾ. നോക്കത്താ ദൂരത്ത് കണ്ണീർ തോരാതെ ഞാനും, മറ്റൊരു ദൂരത്തിൽ കണ്ണീർ തോരാതെ നിങ്ങളും. നമ്മുടെ കണ്ണീർ ആരും കാണുന്നില്ല, അറിയുന്നുമില്ല. ഇത് ധർമ്മമോ സർക്കാരെ?
കലാവതി മനോഹരമായി ക്യാപ്ഷൻ പറയുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ വേദനയും കൂടിയാണ് ഇവിടെ പകരുന്നത്. ഒരു അമ്മയുടെ വേദനയാണ്, ഒരു കുടുംബിനിയുടെ വേദനയാണ്, ഒരു ഭർത്താവിന് നഷ്ടപ്പെടുന്ന ഭാര്യയുടെ വേദനയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒരു കുടുംബം മുഴുവനും കാത്തിരിക്കുകയാണ് ഒരാളെ. പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു, തടുത്തു നിർത്താൻ അവർക്കാകുന്നില്ല. ഒരു വലിയ മാസ് ആൾക്കാർ വന്നാണ് കൊണ്ടുപോകുന്നത്. അവർക്കതിൻ്റെ ആയുധങ്ങളുണ്ട്, സന്നാഹങ്ങളുണ്ട്. വന്യജീവികളായ ഞങ്ങൾക്ക് എന്ത് പറ്റും, എത്രത്തോളം പറ്റും? അവരുടെ അടുത്ത് മയക്ക് വെടികൾ നടത്താം, ഞങ്ങളെ കൊന്നുകളയാൻ അവർക്ക് ലൈസൻസ് ഉണ്ട്. ആരാണ് അവർക്ക് ലൈസൻസ് കൊടുത്തത്? ആവും. എന്നെ കൊല്ലാനും എന്നെ വളർത്താനും നിങ്ങൾക്കാരാണ് ലൈസൻസ് തന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വന്യജീവികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവരുടെ അനുവാദമൊന്നും വേണ്ടേ? നിങ്ങൾ വലിയൊരു നിയമസംഹിതയുടെ അടുത്തല്ലേ? എന്താണ് ഇതിൻ്റെ നിയമം? നിങ്ങളുടെ നിയമത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ പ്രകൃതിക്കൊന്നുമില്ലേ? അതവിടെ നിൽക്കട്ടെ. ഒരു മിന്നലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക്. ആ കണ്ണീരിന് ഒരു വിലയില്ലേ? ഇവിടെ നിൽക്കുന്നവർ ആദ്യം അറിയുന്നില്ലേ? അതിൻ്റെ ഒരു സങ്കടക്കടൽ മുഴുവനും ഒരു കണ്ണുനീർ തുള്ളിയിൽ ഒതുങ്ങുന്നതാണ്. ഇനി കൊണ്ടുപോയ ആളുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, അവരുടെ ആദ്യമോ വ്യാധിയോ മനസ്സിലാക്കുന്നില്ലേ? ഈ കണ്ണീരൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് ധർമ്മം? നമ്മൾ പറയാറുണ്ട്, ധർമ്മോ ധർമ്മതി രക്ഷത, ധർമ്മം ധർമ്മത്താൽ രക്ഷിക്കപ്പെടുന്നു എന്ന്. ധർമ്മം ഇല്ലെങ്കിൽ, ഇത് അധർമ്മമാണെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് അധർമ്മമാണ്. ആ അധർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ആരെന്ത് ചെയ്യുന്നുവോ അതിൻ്റെ തിരിച്ചടി നേടേണ്ടി വരും. അത് സർക്കാരായാലും നിയമപാലകരായാലും മറ്റ് ആരായാലും ശരി. പക്ഷേ ആകുലതകൾ തീരുന്നില്ലല്ലോ. ആ കണ്ണീരും ഈ കണ്ണീരും കണ്ണീര് തന്നെയാണ്. ഒരു തുള്ളി കണ്ണീരിൽ നിന്ന് ഒരു ദുഃഖത്തിൻ്റെ മഹാസാഗരം ഒഴുക്കുന്നത് പോലെയാണ് ഇവിടെ ഈ വീട്ടമ്മ ഈ 4-5 വരികളിൽ സങ്കടത്തിൻ്റെ തുരുത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഗണിതം എന്ന് വെച്ചാൽ സങ്കലനം ചെയ്താലും വ്യവകലനം ചെയ്താലും കൃത്യമായ സംഖ്യ കിട്ടും. ഏക്കറുകൾ മാത്രമല്ല, ഹെക്ടറുകളുടെ കണക്കും ഞാൻ നോക്കാം. ചിന്നക്കനാലിൻ്റെ പ്രമാണം ഇങ്ങ് തരൂ എന്ന് അരിക്കൊമ്പൻ പറയുന്നതായിട്ടാണ് ഇവിടെ ഈ വീട്ടമ്മ എഴുതിയിരിക്കുന്നത്. ശരിയാണ്. ഭൂമാഫിയകൾ കൈയടക്കി വച്ചിരിക്കുന്ന ഓരോ ഇഞ്ച് സ്ഥലത്തിൻ്റെയും യഥാർത്ഥമായ കണക്കും കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് അരിക്കൊമ്പനാണ്. ഓരോ ചവിട്ടടികളിലും എത്ര ഇഞ്ച്, എത്ര മീറ്റർ, എത്ര കിലോമീറ്റർ, ഏതൊക്കെ സ്ഥലം എന്ന് കൃത്യമായി അരിക്കൊമ്പന് അറിയാമായിരുന്നു. ഭൂമാഫിയകൾ കൈയടക്കിക്കൊണ്ട് അരിക്കൊമ്പനെ പറഞ്ഞു വിടുമ്പോൾ അരിക്കൊമ്പൻ വളരെ വ്യക്തമായിട്ട് പറയുവാണ്, ആധാരം ഇങ്ങോട്ട് തരൂ, ഞാൻ പറയാം കൃത്യമായിട്ട് ആരൊക്കെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വനം കയ്യേറിയവർക്കെതിരെയുള്ള ഒരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ് ഇവിടെ ലേഖിക ഉയർത്തുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് കഴിയും. ചിന്നക്കനാലിലെ നിശാസഞ്ചാരികളോട് രാത്രിയാമങ്ങളിൽ നിങ്ങളുടെ ചതുരംഗ കളിക്ക് ഞാനൊരു തടസ്സമായിരുന്നില്ലേ? മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ് സുഖനിദ്രയ്ക്കായി ഔഷധ സസ്യം കൃഷി ചെയ്തില്ലേ? കടഞ്ഞെടുത്ത അമൃത് വീപ്പുകളിൽ സൂക്ഷിച്ചില്ലേ? ആരുമറിയാതെ ഇന്ദ്രപ്രസ്ഥങ്ങൾ പണി തീർക്കില്ലേ? ഇതൊന്നും സത്യമല്ലെങ്കിൽ എല്ലാത്തിനും മൂകസാക്ഷിയായ എന്നെ നാട് കടത്തിയും ദാനം നൽകിയതും എന്തിനായിരുന്നു? കാട് കവർന്നെടുത്ത് തന്നിഷ്ടം പോലെ ദുരുപയോഗം ചെയ്യുന്നവരോടുള്ള കൂർത്ത മുനകളോടുള്ള ചോദ്യശരമാണ് ഇവിടെ ലേഖിക്കുക തയ്യാറാക്കിയിരിക്കുന്നത്. ചോദിക്കുന്നു, നോക്കൂ, കാടിൽ കടന്നു കയറി കഞ്ചാവ് കൃഷി ചെയ്യുക, അനധികൃതമായി വെട്ടിപ്പിടിച്ച് റിസോർട്ടുകൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ വ്യാജമായി ചാരായം വാറ്റുക, ആദിവാസി കുടിലുകളിൽ അന്തി ഉറങ്ങാൻ ഒരു കഷ്ണം പുകയിലുമായി ചെല്ലുന്ന മാടമ്പിമാരുണ്ടായിരിക്കുക. ഇവർക്കൊക്കെ എന്നും തടസ്സമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത് അരിക്കൊമ്പനാണ്. അരിക്കൊമ്പൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഇവർക്കിതൊന്നും കഴിയില്ലായിരുന്നു. ഈ അനധികൃത നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ചാരായം ഉൽപ്പാദിപ്പിക്കാനോ കഞ്ചാവ് കൃഷി ചെയ്യാനോ അതുപോലെ ഇമ്മോറൽ ട്രാഫിക്സിനോ പറ്റാതാവുമ്പോൾ അരിക്കൊമ്പൻ അവരുടെ ശത്രുവായി മാറുന്നു. എപ്പോഴും ധർമ്മത്തിന് ശത്രു അധർമ്മം, അധർമ്മത്തിന് ശത്രു ധർമ്മം. ഇവിടെ ധാർമ്മികനായ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാവൽക്കാരനായി
ഇതെല്ലാം കണ്ട് മൂകസാക്ഷിയായി നിൽക്കുന്ന അരിക്കൊമ്പനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് ഇവരുടെയെല്ലാം ആവശ്യമായിരുന്നു എന്നാണ് ലേഖിക ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ചർച്ചാ വിഷയമായൊരു കാര്യമാണ്. പലപ്പോഴും ഇതിൻ്റെ പേരിലാണ് രണ്ട് ചേരികളുണ്ടായത്. ഈ ഭൂമാഫിയക്കാരും അനധികൃത കഞ്ചാവ് ഉൽപ്പാദകരും വ്യാജവാറ്റുകാരും ചേർന്നാണ് സർക്കാരിനെ സ്വാധീനിച്ച് അരിക്കൊമ്പനെ നാട് കടത്തിയതെന്ന് ഒരു പക്ഷം. അതല്ല, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കി എന്ന് മറ്റൊരു പക്ഷം. ഉപദ്രവം ഇങ്ങനെയാണോ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആന രാഷ്ട്രത്തിൻ്റേതാണത്രേ, രാജനാണത്രേ. അവനെങ്ങും എപ്പോഴും സ്വതന്ത്ര വിഹാരം അനുവദിച്ചിട്ടുണ്ടത്രേ. നിങ്ങളെന്നെ വളഞ്ഞ് തടവിലിട്ട ഈ ചെങ്കുത്തായ പാറക്കെട്ടോ എൻ്റെ രാഷ്ട്രം. നിങ്ങളുടെ സമയവും ബുദ്ധിയും അടിയുറവും വച്ച് എനിക്ക് ചുറ്റും തോക്കേന്തി നിൽക്കുന്നവർ എനിക്ക് അംഗരക്ഷകരല്ല, അവർ അംഗം കുറിച്ചവരാണ്. രാജാവിനെ തളയ്ക്കുന്ന രാഷ്ട്രം എന്ത് രാഷ്ട്രം? പറയൂ ദേശസ്നേഹികളെ. ഇതാണ് മറ്റൊരു ക്യാപ്ഷൻ. നോക്കൂ, മന്ത്രിമാർ പറഞ്ഞു ആന രാഷ്ട്രത്തിൻ്റേതാണ്. നമുക്കും അറിയാം ഇവിടെ ചില ചിഹ്നങ്ങൾ ആനയുടേതാണ്. അതിന് സ്വാതന്ത്ര്യം വേണം, അത് അതിൻ്റെ ഇഷ്ടമുള്ള വഴി കൂടി നടക്കട്ടെ എന്നാണ് രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരും ഒക്കെ പറയുന്നത്. ഇഷ്ടമുള്ള വഴി കൂടി നടക്കാനാണെങ്കിൽ എന്തിന് ചിഹ്നക്കാരിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം? അവൻ്റെ ഇഷ്ടമുള്ള വഴി കൂടി തന്നെ നടക്കില്ലേ? അപ്പോൾ ഇതെല്ലാം വെറും പൊള്ളയായ വാക്കാണ്, വെറുതെ പറയണതാണ്. ഇഷ്ടമുള്ള വഴി കൂടി നടക്കട്ടെ. സ്വാതന്ത്ര്യമാണ് അമൃതവും നമ്മൾ തേടുന്ന ജീവിതവും എന്ന് പറകൊട്ടിയോതുവാൻ നീ അതിൽ ഉയർക്കുന്നു സൂര്യ എന്നാണ് ONV കുറുപ്പ് പോലും പറയുന്നത്. സ്വാതന്ത്ര്യം മറ്റുള്ളവർ തരേണ്ടതല്ല, അവരുടെ സ്വന്തമാണ്. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? പകരം പറയുക, രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തുള്ളതാണ് ആന, അത് സ്വതന്ത്ര വിഹാരം നടത്തിക്കോട്ടെ, അതിന് ആരെയും തടയുന്നില്ല. എന്നിട്ട് പോലീസുകാരെയും വെച്ച് അങ്ങോട്ട് നട ആനെ, ഇങ്ങോട്ട് നട ആനെ, നടന്നില്ലെങ്കിൽ മയക്കുവഴി, വണ്ടി കയറ്റിവിടുക, കുങ്കിയാനെ കൊണ്ടുവരിക, നിർബന്ധിക്കുക. എങ്ങോട്ടൊക്കെയാണ് നിർബന്ധിച്ചു കൊണ്ടുപോകണേ? ഇതിലെ വാസ്തവം നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? എന്താണ് പറയുന്നതും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം? ഇതിലൊക്കെ എത്രയോ ഭേദമാണ് കാട്ടുജീവികൾ. അവരവരുടെ സ്വതന്ത്ര ജീവിതമാണ് പോണത്. അവരാരെയും തടസ്സപ്പെടുത്തുന്നില്ല. ഇര തേടുന്നുണ്ടാവും, അത് മനുഷ്യനുമുണ്ട്. അല്ലാതെ ഒന്നും തടസ്സപ്പെടുത്താൻ അവർ പോകുന്നില്ലല്ലോ. നമ്മളല്ലേ അടക്കമുള്ള സാധനങ്ങൾ തടസ്സപ്പെടുത്തി നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റുന്നത്. മനുഷ്യൻ മാത്രമല്ലല്ലോ ഈ ഭൂമിയിലെ ജീവികൾ. നോക്കൂ, ഈ ലോകത്തെ തേനീച്ച പോലും 10 വർഷം ഇല്ല എങ്കിൽ മനുഷ്യ ജീവിതമില്ല, ഉണ്ടാവില്ല, നശിഞ്ഞു പോവും എന്ന് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞന്മാരാണ്. ഈ ലോകത്തെ ചെടികളും വൃക്ഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവനുണ്ടാവും. ഒരു മനുഷ്യന് ഒരു ദിവസം ഉപയോഗിക്കേണ്ട ഓക്സിജൻ്റെ അളവ് 3 ജാറാണ്, അല്ലെങ്കിൽ 3 സിലിണ്ടറാണ്. 800 രൂപയാണെങ്കിൽ 2400 രൂപ വേണം. അത്രയും ഓക്സിജൻ പ്രകൃതി തരുന്നു. ആ പ്രകൃതി ഇത് തരാതെ നിർത്തുന്നുണ്ടോ അവരുടെ ഇഷ്ടത്തിന്? ആ പ്രകൃതി അത് തന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ആവശ്യമാണ്. ആ സമയം സ്വതന്ത്ര വ്യവഹാരം നടത്തുന്ന ആനകളെ അല്ലെങ്കിൽ അരിക്കൊമ്പനെ പോലുള്ളവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? ഞാൻ പഴയൊരു കഥ ഓർത്തു പോവുകയാണ്. പണ്ട് രാജാവിനെതിരെ പറഞ്ഞിരുന്ന ഒരാളെ രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പരിചാരകർ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ ദയവുള്ളവനാണ്, അവനെ തൂക്കിക്കൊന്നും കൊല്ലണ്ട, കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം രാജൻ? അവൻ്റെ 2 കൈയും വെട്ടിയിട്ട്, അല്ലെങ്കിൽ 2 കാലും കൂടി വെട്ടിക്കോളും. എന്നിട്ട് ആ കടലിലേക്ക് ഇട്ടാൽ അവൻ നീന്തി രക്ഷപ്പെട്ടോട്ടെ. അവന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമല്ലേ? ഇതേപോലെയാണ് ഇതും എനിക്ക് തോന്നുന്നത്. കേരളമെന്ന പെറ്റമ്മയും വളർത്തമ്മയും ജീവിച്ചിരിക്കെ എനിക്കെന്തിന് മറ്റൊരമ്മയുടെ ശിക്ഷണം? ആരുടെയും ചോദ്യമാണിത്. നമുക്ക് പെറ്റമ്മയുണ്ട്, വളർത്തമ്മയുമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളെ അവിടേക്ക് ഇവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ പെറ്റമ്മ വേണ്ടെന്ന് വയ്ക്കണം, അല്ലെങ്കിൽ വളർത്തമ്മ വേണ്ടെന്ന് വയ്ക്കണം. 2 പേരും വേണ്ടെന്ന് വെച്ചില്ല. നമ്മളും പെറ്റമ്മയും വളർത്തമ്മയും ഒഴിവാക്കിയില്ല, പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഈ കൊണ്ടുപോകുന്നതിന് എന്ത് സാധൂകരണം പറയാനുണ്ട്? എന്താണ് ചെയ്തത്? എന്തിൻ്റെ പേരിലാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്? ഞാൻ എൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ സ്വഭാവം കാണിക്കാൻ ഞാൻ മനുഷ്യനല്ലോ. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം എന്താ? ഇതേപോലെ പിടിച്ചുകൊണ്ട് പോകുക എന്നതാണ്. മനുഷ്യത്വത്തിന് തന്നെ എതിരല്ലേ ഇത്തരം കാര്യങ്ങൾ? പ്രിയപ്പെട്ട മനുഷ്യ, നീ എന്നോട് ചെയ്തത് തന്നെ ഭൂമിയോടും അമ്മയോടും സഹോദരങ്ങളോടും സഹജീവികളോടും ചെയ്യുന്നു. നീ ചെയ്യുന്ന ക്രൂരതകൾ നിനക്ക് നേരെ തിരിയാൻ ഇനി അധിക നേരമില്ല. പ്രകൃതിക്ക് അനുകൂലമായ വിധിയെ വക്രബുദ്ധിയാൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, നിന്റെ വിധിയുടെ മണിമുഴക്കവും തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. അത് ഏത് ഇന്ദ്രനായാലും തടുക്കാനാവില്ല. ഒരു നാൾ നീ അത് കേൾക്കും. ആ അശരീരി ഇത് അരിക്കൊമ്പൻ്റെ ശാപമെന്ന് കാതോർത്ത് ഇരുന്നു കൊള്ളുക. പ്രകൃതിയെ തന്നിഷ്ടപ്രകാരം നശിപ്പിക്കുന്ന മനുഷ്യനോട് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇത് കരുതേണ്ടത്. പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. മലയാള ഭാഷയുടെ അർത്ഥവും അതിൻ്റെ ഭാവവും വ്യത്യാസമാണെന്ന് നമുക്കറിയാം. പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നാണ് ഇപ്പോൾ പറയാറുള്ളത്. പ്രകൃതിയെ പ്രയോജനപ്പെടുത്തുക, പ്രകൃതിയെ ഉപയോഗിക്കുക, ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ളതാണെങ്കിലും പറയാറുള്ള ചൂഷണം ചെയ്യുക. ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭാവത്തിന് വ്യത്യാസം നമുക്കറിയാം. ആ വ്യത്യാസ ഭാവത്തിലാണ് ഇന്ന് പലപ്പോഴും മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നത്. പശ്ചിമഘട്ടം തകർത്ത് കാലാവസ്ഥയെ മാറ്റിമറിച്ച് കളഞ്ഞവരാണ്. ആർക്ക് ദ്രോഹമായി? ഒരു പിടി മാടമ്പിമാരുടെ കയ്യിലൊതുങ്ങുന്ന ഭരണകൂടം അവർക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രകൃതി നശിക്കുന്നു, സഹജീവികൾ നശിക്കുന്നു, സഹവർത്തിത്വം നശിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ജീവികളും തമ്മിൽ സഹവർത്തിത്വം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൂമി പോലും ഒരു സുന്ദരമാകുന്നത്, സ്വർഗമാകുന്നത്, ജീവിക്കാൻ പറ്റിയ ഇടമാകുന്നത്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ ദിവസം കോടതി വിധി ഉണ്ടായി. റിസർവ് വനമായി 360 ഏക്കർ മാറ്റണം എന്ന് പറഞ്ഞു. അതുപോലും മരവിപ്പിച്ചോ വൈകിപ്പിച്ചോ നിർത്തിയിരിക്കുകയാണ് സർക്കാർ. ആർക്ക് വേണ്ടിയത്? സാധാരണക്കാരനോ, പ്രകൃതിക്കോ, ജീവിതത്തിനോ, എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കാവും അതേപോലെ തന്നെ പുഴകളും നദികളുമൊക്കെ കാടിനെയും കാവിനെയും പുഴകളെയും നദികളെയുമൊക്കെ സ്നേഹിച്ചും വിശ്വസിച്ചും അതോടൊപ്പം തന്നെ ആദരവോട് നോക്കിയിരുന്നവരും നമ്മൾ. കാവിന് വിളക്ക് വച്ചു, കാടിനെ വെട്ടാതെ നോക്കി, ഒരു പുഴവെള്ളത്തിലോ ഒരു ജലാശയത്തിലോ മൂത്രം പോലും ഒഴിച്ച് അല്ലെങ്കിൽ അന്യവസ്തുക്കൾ ഇട്ട് അത് അശുദ്ധപ്പെടുത്താതെ നോക്കി. അവിടെയൊക്കെ നമ്മൾ ചില പുരാതന കഥകൾ പറഞ്ഞു. കഥകൾ അവിടെ നിൽക്കട്ടെ, സത്യമായിട്ട് പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കാതെ നോക്കി. എന്തിന്? മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ദഹിപ്പിക്കാൻ ഒരു മരം വെട്ടുന്ന സമയത്ത് മരത്തിനോട് പോലും നമ്മൾ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു. ഒരു ആവാസ വ്യവസ്ഥയാണ് നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട്, അതേപോലെ വീട് വയ്ക്കുമ്പോൾ മരം മുറിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കേണ്ടി വരുമ്പോൾ എത്രയോ ജീവികൾ നശിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പഞ്ചമുഖം സ്ഥാപിക്കണം എന്ന് നിങ്ങൾ നേരത്തെ പറയുകയായിരുന്നു. നമ്മൾ എത്രമാത്രം പ്രകൃതിയുമായിട്ടാണ് അലിഞ്ഞു ചേർന്നത്. പാരമ്പര്യമായാലും സ്വത്വബോധമായാലും സംസ്കാരമായാലും പ്രകൃതിയുമായിട്ട് ചേർന്നു. എങ്ങനെ യൂറോപ്യൻ ചിന്താഗതി അധിനിവേശം കയറി വന്നപ്പോൾ അതിജീവനം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. പലപ്പോഴും വാല്യൂ നഷ്ടപ്പെടുകയും വേറെ പ്രൈസിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്ത സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രകൃതിയുമായിട്ട് അകന്നു. ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നത് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇതിൻ്റെ കർമ്മഫലത്തിനും കൂടി നമ്മൾ അധികാരിയാവുന്നു. ഇതിൻ്റെ അരിക്കൊമ്പൻ്റെ ശവം പോലെ ഇവിടെ വരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിങ്ങൾക്ക് തിരിച്ചടികളുണ്ടാവും. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. നിങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുക. അതനുസരിച്ച് കർമ്മഗതി മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടം. ഞങ്ങൾക്ക് അന്നവും ആലയവും ആശ്രയവുമായ കാടുകൾ നിങ്ങൾ മനുഷ്യർ കയ്യേറി. കാടിൻ്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങളെ കുടിയിറക്കി. ഞങ്ങൾ അനാഥരായി, അലയുന്നവരായി. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളുടെ ആരണ്യം ഞങ്ങൾക്ക് തിരിച്ചു തരൂ. അയ്യപ്പ പണിക്കർ ചൊല്ലി, കാടവിട മക്കളെ വീടവിട മക്കളെ. ആ കവിത ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിലൊരു ഭാഗത്ത് പറയുന്നു, മന്ത്രം ജപിക്കുന്ന തന്ത്രങ്ങളില്ലാത്ത നാടിൻ്റെ മക്കളെ എന്നും കൂടി പറയുന്ന ഒരു വാചകം ഉണ്ട്. നോക്കൂ, കാട് ആർക്കുള്ളതാണ്? വനം വന്യജീവികൾക്കുള്ളതാണ്. നാട് ആർക്കുള്ളതാണ്?
അത് നാട്ടുകാർക്കുള്ളതാണ്. പുഴ ആർക്കുള്ളതാണ്? അത് ജലജീവികൾക്കുള്ളതാണ്. ആകാശം ആർക്കുള്ളതാണ്? ആകാശജീവികൾക്കുള്ളതാണ്. ഓരോന്നിനും അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന അതിരുകളുണ്ട്. അതിരുകൾ ലംഘിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യവും സംസ്കാരവും ശരിയുമായ നടപടി. പകരം കയ്യേറുക, കാടുകൾ കയ്യേറി മരങ്ങൾ നശിപ്പിച്ചു, വൃക്ഷങ്ങൾ ഇല്ലാതാക്കി, അവിടെ കൊട്ടാരങ്ങൾ പണിയുക, വന്യജീവികളെ കൊല്ലുക, അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. കാട്ടുനീതിയും മനുഷ്യനീതിയും രണ്ടും രണ്ടാണ്. കാട്ടുനീതി ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവനെ തകർക്കും. നാട്ടുനീതി ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവനെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. നേരെ തിരിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ. ഇന്ന് നാട്ടുനീതി ആരോഗ്യമില്ലാത്തവനെ ചവിട്ടിത്താഴ്ത്തുന്ന ആരോഗ്യമുള്ളവരാണ്. ഇത് കാട്ടുനീതിയാണ്. യഥാർത്ഥത്തിൽ കാട്ടുനീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാടവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ആവാസസ്ഥലം അവരുടേതാണ്. അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് നമ്മുടെ ഉള്ളിലെ ആർത്തിയും അതേപോലുള്ള നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മോടി പിടിപ്പിക്കാം ഭൗതിക സമ്പത്തിലുള്ള അത്യാഗ്രഹവുമൊക്കെയാണ്. അത് നമ്മളെ എവിടെ എത്തിക്കും? പകരം അവരുടെ ആവാസ സ്ഥലം ഇല്ലാതാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ മൂല്യബോധം മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമാകില്ല എന്നുള്ള കാര്യം കൂടിയാണ്. കുഞ്ഞ് നഷ്ടമായപ്പോൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞ നാടേ, കാടിൻ്റെ കുഞ്ഞായ എന്നെ കടത്തിക്കൊണ്ടുപോയപ്പോൾ എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ വേദന മാത്രം നിങ്ങൾ കാണാത്തതെന്ന്. എൻ്റെ അമ്മയും ഒരു പാവം അമ്മയല്ലേ? നോക്കൂ, മനുഷ്യക്കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അതിനെ അനധികൃതമായി പിടിച്ചു കൊണ്ടുപോയി. ആലുവ കേസ് നമുക്കറിയാം, പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയത്. കൊല്ലം കേസ് നമുക്കറിയാം, കാണാതെ പോയത്. മറ്റൊന്നിനു വേണ്ടി ഇന്നും CBI അന്വേഷിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ നെഞ്ചിരുക്കുന്ന അമ്മമാരുടെ നിര തന്നെ നമുക്കുണ്ട്. നാടിൻ്റെ നിരയുണ്ട്. മാതൃത്വം തുല്യമാണ്. എല്ലാ അമ്മയും അമ്മയാണ്. അതുകൊണ്ടാണ് പുരാണത്തിൽ ഹിഡുംബി ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്, ഘടോൽക്കജൻ എൻ്റെ മകനാണ്, ഒരമ്മയുടെ വേദന ഒരമ്മ പെറ്റ അങ്ങേക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് മഹാഭാരതത്തിലുള്ള ചോദ്യം. എല്ലാ അമ്മമാരുടെയും വേദന ഒന്നാണെന്നുള്ള തിരിച്ചറിവ് വേണം. അത് പൂച്ചയുടേതായാലും പട്ടിയുടേതായാലും ആനയുടേതായാലും സിംഹത്തിൻ്റെതായാലും കുട്ടികളാണ് ആ അമ്മയുടെ വേദന. തുല്യതയുള്ളതാണ്. ആ തുല്യതയുള്ള വേദന നമുക്ക് അവർണ്ണനീയമാണ്. അതേപോലെ അനുസ്യൂതം അത് കൂടുകയുള്ളൂ, കുറയ്ക്കുകയില്ല. ഒരു മക്കൾ നഷ്ടപ്പെട്ട അനപത്യ ദുഃഖം എന്നത്, അത് കുട്ടികളില്ലാത്ത ദുഃഖം എന്നുള്ളത് അതിനേക്കാൾ അപ്പുറമാണ് കുട്ടി നഷ്ടപ്പെടുന്ന ദുഃഖം. ആ ദുഃഖമാണ് ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ദ്യോതിപ്പിച്ചിരിക്കുന്നത്. ദേവനായി കരുതി കൈകൂപ്പും, പുണ്യം കിട്ടാൻ അന്നമൂട്ടും, അനുസരിച്ചില്ലെങ്കിൽ അടിയൂട്ടി അടിമയാക്കും, ചങ്ങലക്കിട്ട് തളയ്ക്കും. തളർന്നാലും വിശന്നാലും ആരറിയാൻ? ആനയായി പോയില്ലേ? ആന ചന്തമെന്തെന്ന് നിങ്ങൾക്കറിയാം. ആനച്ചന്തമെന്ന വാക്കുമറിയാം. പക്ഷേ ആനയുടെ ചിന്ത ആരറിയാം? നമുക്കറിയാം. ദേവേന്ദ്രന് പോലും വെള്ളാനയാണുള്ളത്. ഇവിടെ വെള്ളാന എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. കാരണം വെള്ളാനകളാണ് ബ്യൂറോക്രാറ്റ് എന്നാണ് പറയുക. അതല്ല, ദേവേന്ദ്രൻ്റെ ആനയെക്കുറിച്ച് നമുക്കറിയാം. ആന അത്രയ്ക്ക് മനോഹരമാണെന്നുള്ളതല്ല, ബഹുമാന്യതയാണ്. ആനയുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പാറുണ്ട്. ആന വാലുകൊണ്ട് പേടി മാറും എന്നാണ് നമ്മൾ മോതിരം ഉണ്ടാക്കിയിട്ടാൽ പേടി മാറും അത്രേ. ആനയുടെ താഴെ കൂടെ ഒന്ന് ചുറ്റിയാൽ ആ കുട്ടിയുടെ പേടി മാറും. ആനപ്പല്ല് ഔഷധമാണ്. ആനക്കൊമ്പ് വിലയേറിയതാണ്. ആനയുടെ നഖങ്ങൾ അതിനേക്കാൾ അപ്പുറം. നോക്കൂ, ഏറ്റവും വിലയേറിയതാണ് ആനയുടെ ഓരോ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ വിശ്വാസം അനുസരിച്ച് ആന ദൈവം പോലെയാണ്, ദൈവത്തെ പോലെയാണ്. ആനയൂട്ട് നടത്തുകയാണ്. ആനയൂട്ട് അതേപോലെ ആണവോട്ടം നടത്തി മത്സരിപ്പിക്കുന്നു. ആന ചന്തത്തെക്കുറിച്ച് നമ്മൾ അറിയാറുണ്ട്. ശരിക്കും ശാരീരിക കോമ്പിനേഷൻ പലപ്പോഴും കറക്റ്റല്ല, അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലെയല്ല അതിൻ്റെ ഓരോ അംശബന്ധവും. എന്നിട്ടും അതിൻ്റെ ചന്തമുണ്ട്. അതുകൊണ്ട് തന്നെ ആനച്ചന്തം ഓരോ ചവിട്ടും വയ്ക്കുന്നത് ശ്രദ്ധിച്ചാണ്. ഒരു കാലെടുത്ത് കൃത്യമായി കണ്ടാൽ മാത്രമേ മറ്റേ കാല് പോകുള്ളൂ. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി പോകുന്ന ആന. ആ ആനയെ നമ്മൾ ഒരു ഭാഗത്ത് ദൈവത്തെ പോലെ പൂവിട്ട് പൂജിക്കുകയും ആനയൂട്ട് നടത്തുകയും ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് തടിവലിക്കാനാണ് ആദ്യകാലത്ത് കൊണ്ടുപോയിരുന്നത്. ഇതേ ആന തന്നെയാണ്. ആനയൊന്നും മാറിയില്ല. ദൈവമായ ആന പിന്നീട്
ചങ്ങലക്കിട്ട് ബന്ധനസ്ഥനായിക്കൊണ്ടപ്പോൾ ആന മാറിയില്ല, നമ്മുടെ മനസ്സാണ് മാറിയത്. നോക്കൂ, ഈ മനസ്സ് മാറുമ്പോഴും അതേപോലെ ദൈവമാക്കിയും അല്ലെങ്കിൽ മറ്റൊന്നാക്കിയും ആനയെ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ ആനയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആനയുടെ ചിന്തയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആനയുടെ ചന്തത്തെക്കുറിച്ച് മാത്രമല്ലേ നമ്മൾ ചിന്തിച്ചുള്ളൂ? നമ്മുടെ ഇത്രയും സ്വാർത്ഥതയാണ്. നമുക്ക് പ്രയോജനകരമായ കാര്യത്തിലേക്ക് മറ്റുള്ളവരുടെ മനസ്സ് പോലും അന്വേഷിക്കാതെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ മനസ്സ് എത്ര സ്വാർത്ഥമായി പോവുകയാണ്. അതാണ് ഈ ക്യാപ്ഷനിലൂടെ വീട്ടമ്മ പ്രകടിപ്പിക്കുന്നത്. വിരുന്നു വന്നവർക്ക് വീടൊഴിഞ്ഞു കൊടുത്ത് നടക്കാൻ നടപ്പാത മാത്രം ചോദിച്ച എന്നെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും കൊലയാളിയെന്നും ശീർഷകം നൽകിയതാരും? എന്തിന്? ഇതാണോ ഭാരതത്തിൻ്റെ സംസ്കൃതി? നോക്കൂ, അവിടെ ആക്രമിച്ച് കയറിയപ്പോൾ നഷ്ടപ്പെട്ടു പോയത്, വനത്തിലേക്ക് മനുഷ്യൻ ആക്രമിച്ച് കയറിയപ്പോൾ നഷ്ടപ്പെട്ടു പോയത് വന്യജീവികളുടെ വീടാണ് അല്ലെങ്കിൽ വാസസ്ഥലമാണ്. അവിടെ നിന്നൊക്കെ അവർ ഒഴിഞ്ഞുപോയി. അങ്ങനെ അരിക്കൊമ്പൻ സ്വതന്ത്രമായിട്ട് വിഹരിച്ചിരുന്ന ചിന്നക്കനാൽ പ്രദേശത്തും റിസോർട്ടുകളും പലതുമായി കുടിയേറിക്കപ്പെട്ടപ്പോൾ കുടിയിറക്കപ്പെട്ടത് വന്യജീവികളാണ്. അവർ ഇതിനൊക്കെ നിശബ്ദമായി നിന്നുകൊടുക്കുകയാണ് ചെയ്തത്. കാരണം അവരെ സംബന്ധിച്ച് അവർ മനുഷ്യനോളം ബലമുള്ളവരല്ല, ചിന്താശേഷിയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ അവർ കൂടി ഒഴിക്കപ്പെട്ടു. പകരം ഒന്ന് നടക്കാനൊരു നടപ്പാത മാത്രം മതിയായിരുന്നു ആർക്ക്? നമ്മുടെ അരിക്കൊമ്പന്. ഒന്ന് നടന്നു പോവാൻ, അവനിഷ്ടമുള്ള ആഹാരം കാട്ടിൽ നിന്നും കഴിക്കാൻ, ആരെയും ഉപദ്രവിക്കാതെ ജീവിതം തീർക്കാൻ. അതിന് പോലും സമ്മതിക്കാതെ കുടിയേറിയവർ കുടിയിറക്കി വിടുമ്പോൾ ആരാണ് ഇവിടെ സങ്കടപ്പെടാതിരിക്കുന്നത്? ഇതാണോ നമ്മുടെ സംസ്കൃതി? അവിടെ ഒരു ധാർമ്മിക ചോദ്യം ഉയരുകയാണ്. മനുഷ്യർ, വില കൂടിയ സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയും. അതുപോലെയാണ് കാടിനകത്ത് വില കൂടിയ തേക്കും മാഞ്ചിയവും യൂക്കാലിപ്സും ഞങ്ങൾക്കും ഭക്ഷിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമില്ല, ജലാശയമില്ല, വയറെന്നും വിശപ്പിനാൽ കാലിയാണ്. ഇത് നിങ്ങൾക്കറിയുമോ കൂട്ടരെ? നോക്കൂ, അവരുടെ ആവാസ സ്ഥലത്ത് നിന്നും അവർക്കാവശ്യമുള്ള ഭക്ഷണങ്ങൾ പോലും അപഹരിച്ചവരാണ് നമ്മൾ. അവർ ഫ്രിഡ്ജ് എടുത്ത് വച്ചിട്ടില്ല, നാളത്തേക്ക് വേണ്ടി കരുതി കൂട്ടി ആരെയും കൊല്ലുന്നുമില്ല, എടുത്തു കൂട്ടി വയ്ക്കുന്നുമില്ല. അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ വയറൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ, വയറൊന്ന് വീർത്ത് കഴിഞ്ഞാൽ, വിശപ്പൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ സഫലമായി. ആ വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും നമ്മൾ കവർന്നെടുക്കുകയാണ്. ജലാശയങ്ങൾ തിരിച്ചുവിടുകയാണ്. അവരെ അവിടെ നിർത്തുന്നില്ല. ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് ബൈബിൾ വചനം. അതുപോലെ തന്നെയാണ് അവർ വളരെ സ്വതന്ത്രരായി അവരുടെ ഭക്ഷണം മാത്രം ആഹരിച്ച് അവർ സ്വതന്ത്രരായി ജീവിക്കുന്നു. ആരുടെയും ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലാതെ. അവരുടെ ആവാസ വ്യവസ്ഥ തകർത്ത് കളയുമ്പോൾ അവർക്ക് പോകാനിടമില്ലാതെ ഒരുപക്ഷെ നീങ്ങിയേക്കാം. അവിടെ വിശന്ന വയറുമായി നടക്കുന്ന ഓരോ വന്യജീവികളും ആഗ്രഹിക്കുന്നത് അവരുടെ വിശപ്പ് നടക്കാനാണ്. അതിനു വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. കൊട്ടാരങ്ങൾ പണിയാനല്ല, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനല്ല, ഏറ്റവും മുന്തിയ കാറ് വാങ്ങാനല്ല, വിദേശയാത്ര നടത്താനല്ല, ഭരണം പിടിച്ചെടുക്കാനല്ല, വിശപ്പ് നടക്കാൻ. അടിസ്ഥാന വികാരങ്ങളിൽ രണ്ടെണ്ണത്തിലൊന്ന് വിശപ്പും മറ്റൊന്ന് കാമവുമാണ്. വിശപ്പടക്കുക, ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് ഓക്സിജൻ തരുന്ന വൃക്ഷം, ആ വൃക്ഷം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു എന്നും കൂടി പറയുമ്പോൾ നമ്മുടെ സഹോദരനേക്കാൾ കൂടുതൽ ബന്ധം വൃക്ഷവും നമ്മളും തമ്മിലുണ്ട്. കാരണം സഹോദരൻ്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ സഹോദരിയുടെ അടുക്കൽ നിന്ന് നമുക്ക് വസ്ത്രങ്ങൾ മാറാം. ഇപ്പോൾ വായു, നമ്മുടെ ജീവവായു പോലും ഈ തരുന്ന വൃക്ഷങ്ങളാണ്. എന്നിട്ടോ നമ്മൾ നൽകുന്ന, നമ്മൾ വിസർജിക്കുന്ന, നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവ സ്വീകരിക്കുകയും ചെയ്യും. എത്ര ആത്മബന്ധമാണ്, അതിലപ്പുറം എത്ര ജീവബന്ധമാണുള്ളത്. അങ്ങനെ പോകുന്ന പ്രകൃതിയിൽ നിന്നാണ് പലതും അപഹരിച്ച് പലരുടെയും വിശപ്പടക്കാൻ കഴിയാത്തവണ്ണം അവരെ നിരാലംബരാക്കി, നിരാശ്രയരാക്കി,
അതേപോലെ തന്നെ അവരെ അനാഥരാക്കി നമ്മൾ വിടുന്നത്. കുറ്റബോധം തോന്നുന്നില്ലേ? നമ്മൾ മനുഷ്യരല്ലേ? ഇവിടെങ്കിലും നമുക്ക് കുറ്റബോധം തോന്നണ്ടേ? പ്രിയപ്പെട്ടവരെ, അമ്മമാരുടെ, മൃഗസ്നേഹികളുടെ വികാരം അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം, ആകുലത, ആശങ്ക, കാത്തിരിപ്പ് ഒക്കെ. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, അരിക്കൊമ്പനിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ നമ്മുടെയൊക്കെ മൃഗസ്നേഹം? PM2-നും PT7-നും ഒക്കെ സംഭവിച്ചത് എന്താണ്? നമ്മൾ അവിടെയും പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ നമുക്ക് നിശബ്ദരാകാനല്ലേ കഴിഞ്ഞുള്ളൂ? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്ക് അരിക്കൊമ്പനെ കോടനാട് കൊണ്ടുപോയി കുങ്കിയാനി ആക്കിയിരുന്നുവെങ്കിൽ നമ്മളുടെ ഈ ഗ്രൂപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ഈ സംസാരത്തിനോ പ്രസക്തി ഉണ്ടാകുമായിരുന്നു? കഴിഞ്ഞ 6 മാസത്തിനിടെ 10 ആനകളോളം ചെരിഞ്ഞു. ഒരാനയുടെ കൊമ്പോടുകൂടിയ തല കിട്ടിയെന്ന് പറയുന്നു, അതിന് പിന്നിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. പത്രത്തിലൊക്കെ ഒരു ചെറിയ വാർത്തയായി വരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് ഒന്നുമില്ല. മൃഗസ്നേഹം നമ്മുടെ ഉള്ളിൽ ശക്തമായി ജ്വലിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് നടത്താനും നമ്മൾ തയ്യാറല്ലേ? ആന മാത്രമല്ലല്ലോ, കരയിലൊരു വലിയ ജീവി എന്നുള്ള ഈ കൊഞ്ഞ് എല്ലാ ജീവികൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് നമ്മൾ. അതേപോലെ ജീവിതത്തിലും മാംസഭുക്കുകളാവുമ്പോൾ നമ്മൾ കൊന്നു ഭക്ഷിക്കുന്നു എന്നുള്ള ഓർമ്മ കൂടി നമുക്കുണ്ടാവേണ്ടതാണ്. അത് ഭക്ഷണത്തിന് മാംസം നിർബന്ധമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൊല്ലും, മറ്റുള്ളവരത് കൊന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരത് ചെയ്താൽ അത് തെറ്റ് എന്ന് പറയുന്നിടത്ത് ന്യായമില്ലാതായി പോകും. ഇതൊരു ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ വിമർശിക്കുമ്പോൾ സ്വയം വിമർശനവും ആവശ്യമാണ്. ഞാൻ മറ്റൊരാൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നേരെ ചൂണ്ടുന്നു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് കുറ്റപ്പെടുത്തലല്ല, പകരം ഇവിടെ ഒതുങ്ങാതെ മറ്റ് മൃഗങ്ങളുടെയും മറ്റ് ജീവികളുടെയും കാര്യത്തിലും കൂടി നമ്മൾ ശ്രദ്ധ വയ്ക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലോകത്തോളം തന്നെ നമ്മുടെ മനസ്സും വിശാലമാകുന്നു, മനുഷ്യത്വവും അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തുന്നു നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം.